ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുകയാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കാര്യങ്ങളാണ് പറയുന്നത്. സ്വർണ്ണമാണെന്നറിഞ്ഞിട്ടും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്താൻ സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. അതിൽ ദേവസ്വം ബോർഡിന്റെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സുധീഷ് കുമാർ. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവും അറസ്റ്റിലായിരിക്കുന്നു. എന്നുവെച്ചാൽ ദേവസ്വം ബോർഡിൽ ശബരിമലയിലെ ഏറ്റവും ഉയർന്ന 2 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ജയിലിൽ കിടക്കുന്നത്. അന്വേഷണം എങ്ങോട്ടാണ്, ഏതു വഴിയിലേക്കാണ്? അരുൺ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിനെതിരെ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SIT. പത്തനംതിട്ട അടൂരിലെ സുധീഷ് കുമാറിന്റെ വീട്ടിൽ SIT ഇന്ന് പരിശോധന നടത്തി. സുധീഷ് കുമാറിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച SIT കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കായുള്ള ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൊതിഞ്ഞതായി സുധീഷ് കുമാറിന് അറിയാമായിരുന്നു. എന്നിട്ടും രേഖയിൽ ചെമ്പുപാളി എന്നാണ് ഉണ്ടായിരുന്നത്. ഈ രേഖ തയ്യാറാക്കുന്നതിലെ ഗൂഢാലോചനയിലും സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പാളികൾ അടിച്ചുമാറ്റിയപ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ ഉറപ്പാക്കിയില്ല. ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാമെന്ന് സുധീഷ് കുമാർ ദേവസ്വം ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകി. പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനാണ് കൈമാറിയതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന് രേഖകളിൽ ചേർത്തു. സ്ഥലത്ത് ഇല്ലാത്തവരുടെ പേര് മഹസറിൽ ചേർത്തത് സുധീഷ് കുമാർ സമ്മതിച്ചു. വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച് വിശദാംശങ്ങളുള്ള 420 പേജുള്ള ഫയൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് SIT ശേഖരിച്ചിരുന്നു. ഈ രേഖ കേസിൽ നിർണായകമാകും. അരുൺ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.